വികസിത് ഭാരത് സങ്കല്പ് യാത്ര ആലപ്പുഴ ജില്ലയിലെ 56 ഗ്രാമപഞ്ചായത്തിലും ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം നഗരസഭകളിലും പര്യടനം നടത്തി. ഇന്നിപ്പോൾ നമ്മളിവിടെ കൂടാൻ തയ്യാറാക്കിയിരിക്കുന്ന ഈ വേദി, എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, നവംബർ മാസത്തിൽ ഞാനും എൻ്റെ കുടുംബവും ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച, ഓരോരോ ജംഗ്ഷനിൽ, റോഡിൻ്റെ ജംഗ്ഷനിൽ വലിയ മനുഷ്യാരവം കണ്ടു. ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഈ പ്രോഗ്രാം അവിടെ നടക്കുകയാണ്. ഈ പ്രോഗ്രാം അവിടെ നടക്കുന്നത് വികസിത ഭാരത് സങ്കല്പ യാത്ര. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഏതാണ്ട് മിനിമം എൻ്റെ ഉദ്ദേശത്തിൽ 1000 പേരിൽ കുറയാത്ത ജനതയാണ് ഞാൻ അവിടെ കണ്ടത്. ഓരോ മുക്കിലും ജയനഗറിൽ ചെല്ലുമ്പോൾ അവിടോട്ട് കയറാൻ പോലും വയ്യാത്ത വിധത്തിൽ ആൾക്കാരാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിൻ്റെ ബുദ്ധി എവിടെ പോയി. കുട്ടനാട്ടിലെ തലവടി ഗ്രാമപഞ്ചായത്തിൽ ചക്കുളത്ത് കാവിന് സമീപം നടന്ന പര്യടന പരിപാടി ബ്രഹ്മശ്രീ പട്ടമന നീലകണ്ഠൻ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. BLBC കൺവീനർ പ്രേമ PK അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത്, പഞ്ചായത്ത് അംഗം ബിനു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. മുദ്രാ യോജന, SHG, PM FME, PME, GP തുടങ്ങിയ ലോൺ അനുമതി പത്രങ്ങളും വിതരണം ചെയ്തു. ഫെഡറൽ ബാങ്ക് മാനേജർ ലെബ്ലു തോമസ്, IOB ശാഖാ മാനേജർ അനീഷ് എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. കോവിഡ് ആയ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു. പുള്ളിയുടെ ജോലി നഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യാമെന്നുള്ളൊരു ആശയം നമുക്കുണ്ടായപ്പോൾ ഞങ്ങളങ്ങനെ അന്വേഷിച്ചു. വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ മിഷനറീസ് എടുക്കാനും അതിന് ലോൺ ഉണ്ടെന്നും സബ്സിഡി ഉണ്ടെന്നും ഒക്കെ അറിഞ്ഞ് വിശദമായ അന്വേഷണം നടത്തി നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട്, എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് ലൈവായിട്ട് ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് ഗ്രാമീണ പ്രൊഡ്യൂസ് എന്ന ഒരു സ്ഥാപനം തുടങ്ങുകയും അതിന് ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. എന്നാലും അവിടെ നിന്നെല്ലാം വിജയിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നു, ഇപ്പോൾ സാധിച്ചു നിൽക്കുന്നു. അതിന് എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഫെഡറൽ ബാങ്ക് തലവടി ബ്രാഞ്ച് എനിക്ക് ലോൺ എടുക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർ ഇടയ്ക്ക് തന്നു. എൻ്റെ സബ്സിഡിയും വാങ്ങി കിട്ടുകയുണ്ടായി. സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ താഴെത്തട്ടിൽ പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചു, കേന്ദ്ര സർക്കാരിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഉജ്ജ്വൽ യോജന, പണ്ട് നമ്മുടെ വീടുകളിലെല്ലാം വിറക് കത്തിച്ചായിരുന്നു അടുപ്പുകൾ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷൻ എത്തിക്കുക എന്ന ഉജ്ജ്വൽ യോജന ഏതാണ്ടോ സാധാരണപ്പെട്ട കുടുംബങ്ങൾക്ക് പോലും ഇന്ന് ഇതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും.